Manu Matthew, and you have had okay. Open your mouth. Say ha. Ha. Okay. Karjo. Look down. Okay. Scan it, right? What is your main complaint? In that channel, first tell me that. Nose matra channel. First, second illa. What all you want, you should tell me. I will tell you what is good for you first or second. You don't want me to do anything to your jaw because your upper jaw is not correct. This is inside. This is outside. This is inside. This is outside. This the facial balance is not very good. Lip is good. No problem with the lip. Teeth is quite good. Not much problem with the teeth. But other things, we have to make some better things. It is possible to do. And your speech? Tell me 1 to 10. 1, 2, 3, 4, 5. It's not bad. 7, 8, 9, 10. It's not perfect, but it's not bad. So, see, what you need to do is we have to bring your upper jaw forward. And this little backward, this little outward, like this would change a little bit. Then we should do nose. If I do nose first, because jaw mainly nose in there. Plus you have already done some rhinoplasty and they have done jaw surgery, they have cut the jaw and put it forward, but I can still correct your jaw. See the chin, see the maxilla, and you have a tooth here. Yes. In the jaw, you should remove that also. It's not good to have a tooth there, it will cause problem later on. Anyway, the face, so we should do genioplasty, we should do little work on the angle, upper jaw. Then only your face overall will become correct. Then after that you do rhinoplasty. So 2 stages you will need. And when we do rhinoplasty, I can make straight, all that. We can make the nose small, all proportions we can do for you. But you need to do 2 procedures if you want good result. If you don't want me to do that only nose, I can do only nose also. But after we do the nose, if you want to do the jaw, window nose will get little changed because the nose is on the upper jaw. The last procedure on your face should be the nose. So that's what it is. Okay. അപ്പോൾ എല്ലാം ചെയ്യും കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ നോസ് മാത്രം റെഡി ആയി അത്രയൊന്നും ഇമ്പ്രൂവ്മെന്റ് വരാൻ പോകുന്നില്ല നമുക്ക് ഫേസ് ഇമ്പ്രൂവ്മെന്റ് ആണോ എങ്കിൽ നമുക്ക് ജോവും ചെയ്താൽ മാത്രമേ ഇമ്പ്രൂവ്മെന്റ് ആകത്തുള്ളൂ ഇത് എക്സ്ട്രാ 1 ഇഞ്ച് ഇത് ഇൻസൈഡ് 1 ഇഞ്ച് ആകുമ്പോൾ ഫേഷ്യൽ ബാലൻസ് കിട്ടത്തില്ലല്ലോ നമ്മൾ എന്തിനു ചെയ്യാം ഫേസ് ബാലൻസ് ആവണം ഇത് ഫേസ് മേക്കോർ ആകുമ്പോൾ ഞാൻ ഇവിടെ ബാലൻസ് തരും നമുക്ക് നോക്കി എങ്ങനെ ഉണ്ടത് അവർക്ക് നോക്ക് ഇത് ശരിയില്ല ഇത് അധികമായി ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് എല്ലാ ഇഷ്യൂസും ക്ലെഫ്റ്റിന് റിലേറ്റഡ് ഇല്ല അത് മനസ്സിലാവണം അപ്പോൾ ക്ലെഫ്റ്റ് ലിപ്പിന് 1-2 ഇഷ്യൂസ് ഉണ്ട് ചില ഇഷ്യൂസ് നോർമൽ പേഷ്യൻസിന് ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ നിങ്ങൾക്കത് ആഡ് ആവുമ്പോൾ അത് ഡിഫോർമിറ്റി കുറച്ചുകൂടെ എക്സാജറേറ്റഡ് ആയി കാണുന്നുണ്ട് അപ്പം ലിപ്പ് നന്നായിട്ടുണ്ട് ആക്ച്വലി ഒന്നും അറിയത്തില്ല ലിപ്പിന് എന്ത് പ്രോബ്ലം പക്ഷെ ഫേസ് കാണുമ്പോൾ ആ ഒരു ലെങ്ത് അധികം ഫേസിന് ലെങ്ത് അധികം ചുരുക്കം ഇത് പോയിന്റ് ഇത് ഉള്ളിൽ ഒരു ബാലൻസ് ഇല്ല ആ ബാലൻസ് കൊണ്ടുവരണം പിന്നെ ക്ലിയർ ആവും അതിനുള്ള ഞാൻ പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് പറയാം ഇത് ചെയ്യണം നമുക്കത് ചെയ്തിട്ട് ക്ലിയർ ആക്കാൻ പറ്റും അത് ഓക്കെ നമ്മളിപ്പോ റൈനോപ്ലാസ്റ്റി എപ്പോൾ ചെയ്യും അപ്പൊ നമുക്ക് റിപ്പ് എടുക്കണം സ്കാൻ കണ്ടായി ബട്ട് അതിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നില്ല ഫസ്റ്റ് നമുക്ക് ജോസും സ്റ്റാർട്ട് ചെയ്യും എല്ലാം ഫേസ് റെഡി ആക്കി തരാം പിന്നെ ഞാൻ ഇന്നൊരു സർജറിയിൽ ജോസ് ഒക്കെ എനിക്ക് ഒരേ വർഷം ചെയ്യാൻ പറ്റും ഇതും അപ്പർ ജോ എല്ലാം ഒരേ വർഷം ക്ലിയർ ആക്കാം
നോസ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് ലാസ്റ്റിൽ ചെയ്യണം. ഇല്ല പറ്റത്തില്ല. വിത്ത് നോസ് നിങ്ങൾക്ക് പറ്റത്തില്ല. സോ 2 സ്റ്റേജ് ആവും. പിന്നെ ഗ്യാപ്പ് മിനിമം 3 months, ചിലപ്പോൾ 6 months. 3 months മുമ്പ് ചെയ്യത്തില്ല. നന്നായിട്ട് ഉണങ്ങിയ 4 months 5 months കഴിഞ്ഞ് ഞാൻ ചെയ്തുതരാം. അപ്പം എങ്ങനെയും ഫുൾ പ്രൊസീജിയർ ആവാം 6 months ആവും. അപ്പം മാരേജോ അങ്ങനെ പറയുവാണെങ്കിൽ 6 months വെയിറ്റ് ചെയ്യണം. ഫുൾ റെഡിയാക്കി തരാം ഞാൻ. ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും ഫേഷ്യൽ ഫോമും സ്ട്രക്ചേഴ്സ് എല്ലാം. ഞാൻ പ്രൊസീജിയേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പം ഈ പ്രൊസീജിയേഴ്സ് ഒന്നൊന്നും സെപ്പറേറ്റ് കോസ്റ്റ് ഉണ്ടാവും. നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡിസ്കൗണ്ട് എനിക്ക് തരാം. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം 3 ഈ നോസിന് തനിച്ച് ചെയ്യും. അത് ആഫ്റ്റർ 4 or 5 months. ഇത് ഇത്രയും ചെയ്ത ശേഷം നിങ്ങൾക്ക് സംസാരം ഇന്നും ബെറ്റർ ആവണമെങ്കിൽ അതിനും നമുക്ക് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ് ടു യു. സംസാരം നിങ്ങൾക്ക് ഇപ്പോൾ 80% 85% കറക്റ്റ് ആണ്. അതും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറയാ ഇത്രയും ചെയ്ത ശേഷം ലാസ്റ്റില് എനിക്ക് സംസാരം ഇന്നും വേണമെങ്കിൽ അതും പറ്റും. ഞാൻ എഴുതിയിട്ടില്ല. അത് സ്പീച്ച് സർജറി ലാസ്റ്റിൽ ചെയ്യണം വേണമെങ്കിൽ. ബിക്കോസ് ഇത് താഴെ റെഡിയാക്കിയ ശേഷം ഞാൻ ഇന്നൊരു സ്കാൻ എടുക്കും, ലാറ്ററൽ വീഡിയോ ഫ്ലോറോസ്കോപ്പി. അപ്പം തന്നെ നമുക്ക് ആ എന്ത് സർജറി കട്ടായി ചെയ്യാൻ നോക്കാൻ പറ്റും. ജോസ് എല്ലാം സെറ്റ് മുമ്പ് നമുക്ക് പറ്റത്തില്ല. ഇല്ലെങ്കിൽ ആ ചെയ്താൽ പിന്നെ ജോ ചെയ്യാൻ പറ്റത്തില്ല. സോ ഈ ഓർഡർ ചെയ്തിട്ട് സ്പീച്ച് ലാസ്റ്റ് ചെയ്യുക വേണമെങ്കിൽ. കുറേ പേഷ്യൻസിന് ഈ ചെയ്യുമ്പോൾ സ്പീച്ച് ഓട്ടോമാറ്റിക്കലായിട്ട് ഇമ്പ്രൂവ്മെന്റ് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് കിട്ടിയാൽ സ്പീച്ച് വേണ്ട. അത് ആ സമയം നമുക്ക് നോക്കാം. എഴുതിയിട്ടില്ല അത്. അതെല്ലാ ഡീറ്റെയിൽസ് പറയുക. എല്ലാം ചേർത്തിട്ട് എത്ര സമയം എടുക്കും, എത്ര കോസ്റ്റിംഗ് ആവും, എല്ലാ ഡീറ്റെയിൽസ് പുറത്ത് പറയുക. നിങ്ങൾ പിന്നെ ഡേറ്റ് മാത്രം അവർക്ക് ഫിക്സ് ചെയ്യണം. അത് വന്നാൽ മതി. അതെല്ലാം ക്ലിയർ ആക്കി തരാം. ഈ താഴെ പൊക്കുമ്പോൾ തന്നെ നോസ് ഹാഫ് ശരിയാവും. ഞാൻ നോക്കിയതല്ല, അതെല്ലാം ക്ലിയർ ആകും. അതാണ് നിങ്ങൾ വരി ചെയ്യരുത്. ഈ പല്ല് ഒന്ന് ഇവിടെ ഉണ്ട്, കണ്ട താഴെ ഉള്ളിൽ ഒരു പല്ലുണ്ട്, ഇവിടെ ഒരു പല്ലുണ്ട്. ഇതെല്ലാം എടുക്കണമെങ്കിൽ എക്സ്ട്രാ കോസ്റ്റ് ആവും. വേണമെങ്കിൽ എഴുതി തരാം. പക്ഷെ സമയം എടുക്കും. ഒന്നൊന്നും എടുക്കുക 1 മണിക്കൂറാവും എനിക്ക്. ഒരു പല്ല് ഇവിടെ ഉണ്ട്, ഇവിടെ ഇന്നൊന്ന് പല്ല് ഇവിടെ ഉണ്ട്. അത് അവർ എടുത്തിട്ടില്ല. എന്തിനാ ഡിഫിക്കൽട്ട്? അപ്പോൾ അവരിങ്ങനെ വിട്ടു. കണ്ട കണ്ണ്, ഇത് കണ്ണാ. കണ്ണ് പക്കത്തിൽ ഒരു പല്ലുണ്ട്. പിന്നെ കാണാ, ഇത് നിങ്ങൾക്ക് കണ്ണാ. ഇതിൽ നിന്ന് ഡിസ്റ്റൻസ് ഒരു 3.5 സെന്റിമീറ്റർ ഉണ്ട്. ഇത് ആക്ച്വൽ ഫേസ് സൈസ് ആണ്. നിങ്ങൾ ആക്ച്വൽ ഡിസ്റ്റൻസ് കാണുമെങ്കിൽ ഞാൻ മെഷർ ചെയ്യാം. ഈ സ്ക്രൂ ഉള്ളതുകൊണ്ട് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവും. ഈ മുമ്പത്തെ ഇത് സ്ക്രൂ വെച്ചിട്ടാ. അത് ബിക്കോസ് നിങ്ങൾക്ക് പല്ലുള്ളിലുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇപ്പം എവിടെയുണ്ട് കണ്ട? ഇത് പല്ല. ഈ പല്ല് ഇവിടെ ഉണ്ടാവണം. എത്ര മേലെ പോയി കാണിക്കാം? $39 millimeter മേലെ ഉണ്ട്. എന്താ പറഞ്ഞു? ആൻഡ് ഇങ്ങനെ ഇങ്ങനെ വരണം. നിങ്ങൾക്ക് ഇങ്ങനെ പോയി. ഇത് സൈനസാ, ഇത് കണ്ണാ. ഈ കണ്ണിന്റെ ലോവർ എല്ലിൽ നിന്ന് 13 മില്ലിമീറ്ററിലുണ്ട്. അത് എടുക്കണം ബെറ്റർ. ഇതില്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യും. ചിലപ്പോൾ പറ്റും, ചിലപ്പോൾ പറ്റത്തില്ല. അത് ഡിഫിക്കൽട്ട് ആവും ചെയ്യണമെങ്കിൽ. ഇതും പറ്റും, സമയമെടുക്കും. ബിക്കോസ് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് മെതുവായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ വേണമെങ്കിൽ എഴുതി തരാം. കോസ്റ്റ് എക്സ്ട്രാ ആവും, ചെയ്യാൻ പറ്റത്തില്ല. അത് ഡിഫിക്കൽട്ടാണ്. അത് മാത്രം ചെയ്യണമെങ്കിൽ 2 lakhs ആവും.
പക്ഷെ അങ്ങനെ ഒരു ലൊക്കേഷനിലുള്ളത് അതിന് ലോക്കൽ അനസ്തീസിയല്ലേ പറ്റത്തില്ല, ജനറൽ അനസ്തീസിയ കൊടുക്കണം. ആക്ച്വലി അവരിങ്ങനെ കച്ചിലിടുമ്പോൾ എടുക്കാറുണ്ടോ അത്? എന്തിനും എടുക്കാത്ത എനിക്ക് അറിയത്തില്ല. ചിലപ്പം വളരെ ഡിഫിക്കൽട്ടായിട്ട് ഇതത് കാണുമ്പോൾ എന്തായാലും എടുക്കാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെ ആകത്തില്ല. നമ്മൾ ചെറിയ ഓപ്പണിങ് ചെയ്തിട്ട് ഉള്ളിൽ പോയിട്ട് ഈ ലാപ്രോസ്കോപ്പി പോലെ എടുക്കാം. ഫുൾ കഴിഞ്ഞാൽ പിന്നെ താഴെ പോവില്ല. ഇത് ഈസിയാ, അത് വലിയ പ്രോബ്ലം ഇല്ല. ഞാൻ കുറച്ച് എടുത്ത് കളയും ഈ സർജറി ചെയ്യുമ്പോൾ. ഇത് ഇതിന് നിങ്ങൾക്ക് സെപ്പറേറ്റ് കോസ്റ്റ് ആകത്തില്ല. മറ്റേ സർജറിയിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്, അത് AMD പറയുമ്പോൾ. പക്ഷെ പല്ല് ഇൻക്ലൂഡഡ് ഇല്ല. ഇവിടെ കണ്ട ഒരു പല്ല് എങ്ങനെയുണ്ട് കാണിച്ചു തരാം. ഒരു പല്ല് ഇങ്ങനെ ഉണ്ട്, ഒരു പല്ല് ഇങ്ങനെ ഉണ്ട്. We will put this. These are the very very rare. ഇവിടെ കണ്ട ഒരു പല്ലുണ്ട്. These are very rare. ജോബ്സ് ഇപ്പൊ കേക്ക് വെക്കുമ്പോൾ ജോബ്സ് ഇപ്പൊ കേക്ക് കിട്ടും, ചോദിച്ചാൽ മതി. എല്ലാം ഞാൻ സർജറിയിൽ നിങ്ങൾക്ക് ഓഗസ്റ്റ് വേണമെങ്കിൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ, നവംബർ എപ്പോൾ വേണമെങ്കിൽ ഡേറ്റ് കിട്ടും. ഡേറ്റ് വാങ്ങിച്ചിട്ട് തന്നെ പോകണം. നാളേക്ക് കിട്ടത്തില്ല, നാളേക്ക് കിടക്കത്തില്ല. നാളേക്ക് ഓൾറെഡി ആ 2 many surgeries and your surgery എനിക്ക് ഒരുപാട് ടൈം എടുക്കും. ബിക്കോസ് റീഡു ഇവിടെ 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 ഇപ്പം 1 2 3 ഓൾമോസ്റ്റ് 4 സർജറീസ് ചെയ്യണം. പ്ലസ് പല്ലുണ്ട്. ആൻഡ് നമുക്ക് പ്ലാനിങ് ചെയ്യണം, സ്കാനിങ് ചെയ്യണം. അവിടെ 3D പരിപാടികളുണ്ട്. കാറ്ററാക്ട് ചെയ്യാൻ പറ്റത്തില്ല. സ്ക്രൂ റെഡി ചെയ്യണം, അളവെടുക്കണം, ഒരുപാട് ഇൻക്ലൂഡഡാണ്. അപ്പം ഏർലിയസ്റ്റ് മേ ബി ഡേ ആഫ്റ്റർ ടുമോറോ മോർनिंग समय इല്ലെങ്കിൽ जिससे पूछो अगर टाइम है परसों इनको देने के लिए, मैं तो बाद में